സാബു ജേക്കബിന്റെ 2020 NDAയിൽ തിരുവനന്തപുരത്ത് നടന്ന വാർത്താസമ്മേളനത്തിലായിരുന്നു പ്രഖ്യാപനം. സാബു ജേക്കബുമായി കേന്ദ്രമന്ത്രി അമിത്ഷായും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് പ്രഖ്യാപനം. നാളെ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ NDAയുടെ ഭാഗമാകുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഒറ്റയ്ക്ക് നിന്നാൽ മാറ്റം പൂർണ്ണമാകാത്തതിനാലാണ് NDAക്കൊപ്പം ചേരുന്നതെന്നും ഇല്ലാതാക്കാൻ ശ്രമിച്ചവർക്ക് മറുപടി കൊടുക്കുമെന്നും സാബു ജേക്കബ് പറഞ്ഞു. അപ്പോൾ NDAന്റെ ഭാഗമായി 2020 ഇന്ന് വരുമ്പോൾ അത് NDAന്റെ ആവശ്യമാണ്. പക്ഷെ അതിൻ്റെ ഒപ്പം എല്ലാ മലയാളികളുടെ ആവശ്യമാണ്. അദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ ആ ജോബ് ക്രിയേഷൻ ട്രാക്ക് റെക്കോർഡ് തുടരണം. വികസിത കേരളത്തിൻ്റെ വലിയൊരു ഭാഗമായിട്ട് ആ ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി തുടരുന്നതെന്ന് ഞങ്ങളെല്ലാവരും ആവശ്യമാണ്, നാടിൻ്റെ ആവശ്യമാണ്. കേരളത്തെ മാറ്റിയെടുക്കാനായിട്ടുള്ള ശ്രമത്തിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എത്രത്തോളം പ്രായോഗികമായിട്ട് നടപ്പിലാകും എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അതിനേക്കാൾ ഉപരി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ 2020 എന്ന് പറയുന്ന പാർട്ടിയെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും LDFും UDFും സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാതിരുന്നത് 2020 മത്സരിച്ചിരിക്കുന്ന പ്രദേശങ്ങളിലാണ്. തീർച്ചയായിട്ടും ആ ഒരു സംഭവമാണ് ഞങ്ങളെ ഒന്ന് റീതിങ്ക് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത്. കാരണം ഞങ്ങളെ ഇല്ലാതെയാക്കണം എന്ന് വിചാരിച്ചവർക്ക് ഞങ്ങൾ എങ്ങനെ ഈ കേരളത്തെ മാറ്റിയെടുക്കുമെന്ന് കാട്ടിക്കൊടുക്കണം. അതിന് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച ഒരു സംഗതിയാണ് NDAയോടൊപ്പം മോഡി സർക്കാരിനോടൊപ്പം അവരുടെ വികസന കാഴ്ചപ്പാടിനോടൊപ്പം ഈ കേരളത്തെ മാറ്റിയെടുക്കാനായിട്ടുള്ള ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കാനുണ്ടായിരുന്നു. ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി വിജൻ വായാന്തോടൊപ്പം MK ഷുക്കൂറുമാണ് ചേരുന്നത്. ആദ്യം വിജൻ വായാന്തോടിലേക്കാണ്. വിജൻ, തെരഞ്ഞെടുപ്പ് സമയത്ത് ട്വിസ്റ്റുകളൊക്കെ സ്വാഭാവികമാണ്. നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വിസ്മയങ്ങൾ സംഭവിക്കാനിരിക്കുന്നു എന്നായിരുന്നു. അപ്പോൾ ആ വിസ്മയങ്ങൾ സംഭവിക്കുന്നത് NDAയിലാണെന്ന് തോന്നുന്നു. ഇപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സാബു ജേക്കബ് എത്തിയത്? ഒപ്പം BJP NDA എന്തായിരിക്കും ഇതിലൂടെ ലക്ഷ്യമിടുന്നത്? വിജൻ, അനിഷ, തീർച്ചയായും അനിഷ സൂചിപ്പിച്ചതുപോലെ ഇത് NDAയെ സംബന്ധിച്ചിടത്തോളം ഒരു വിസ്മയം തന്നെയാണ്. നേരത്തെ തന്നെ സാബുവും ജേക്കബുമായി NDA BJP നേതാക്കളൊക്കെ നേരത്തെ ചർച്ച നടത്തിയിരുന്നു. ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവർ ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ 11-ാം തീയതി അമിത്ഷാ തിരുവനന്തപുരത്ത് എത്തിയ ഘട്ടത്തിൽ അമിത്ഷായ്ക്ക് ഒപ്പം രാജീവ് ചന്ദ്രശേഖർ സാബുവും ജേക്കബുമായി എത്തുകയും അമിത്ഷായുമായി ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തത്. ആ ആലോചനയിലാണ് നിലവിൽ NDAയിൽ ചേരാനുള്ള തീരുമാനത്തിലേക്ക് സാബുവും ജേക്കബ് എത്തിയിരിക്കുന്നത്. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിർണായക നീക്കം തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം BJPക്ക് ഇങ്ങനെ ഒരു സംഘടന, ഒരു പാർട്ടിയെ അവരെ കൂടെ കൂട്ടാൻ കഴിയുക എന്നുള്ളത് അത് വലിയ നേട്ടമായി തന്നെ അവകാശപ്പെടാൻ കഴിയും. കാരണം കിഴക്കമ്പലം ഭാഗത്ത് ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെടുന്ന പരിസര പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ ഇപ്പോൾ 4ഓളം പഞ്ചായത്തുകളിലാണ് 2020ക്ക് ഭരണമുള്ളത്. ഒപ്പം തന്നെ കഴിഞ്ഞ തവണ 6 പഞ്ചായത്തുകളിൽ ഭരണമുണ്ടായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കെടുത്താൽ ഏകദേശം 15.3% വോട്ടിംഗ് ശതമാനം അവർ മത്സരിച്ച സ്ഥലങ്ങളിലൊക്കെ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പാർട്ടിയെ കൂടെ നിർത്തുകയും ഒപ്പം തന്നെ ഈ മധ്യ കേരളത്തിൽ എറണാകുളത്ത് ഒക്കെ അത്യാവശ്യം സ്വാധീനമുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ BJPക്ക് ഒപ്പം ലഭിക്കുകയും ചെയ്താൽ അത് നേട്ടമുണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് നിലവിൽ BJP എന്തായാലും ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത്. സാബു ജേക്കബിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയൊക്കെ രംഗത്തെത്തിച്ച് അവിടെ വിജയിപ്പിക്കാനുള്ളൊരു നീക്കമൊക്കെ BJPയുടെ ഭാഗത്ത് നിന്ന് എന്തായാലും ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും നിർണായകമായ ഒരു നീക്കത്തിലൂടെയാണ് ഇന്നിപ്പോൾ NDAയുടെ ഭാഗമായി 2020 എത്തിച്ചിരിക്കുന്നത്. നാളെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് പങ്കെടുക്കുന്ന BJPയുടെ പരിപാടിയിൽ NDAയുടെ ഭാഗമായി ഔദ്യോഗികമായി എന്തായാലും സാബു ജേക്കബിന്റെ 2020 പാർട്ടി മാറും എന്നുള്ളതാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ളത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം, പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തേണ്ടത് എങ്ങനെയെന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള ചർച്ച നടക്കുമെന്നുള്ളത് സാബുവും ജേക്കബും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും UDFിൽ ഉൾപ്പെടെ 2020 എത്താനുള്ള സാധ്യതയുണ്ട്. അത്തരം ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു സൂചനകളൊക്കെ ലഭിക്കുന്നതിനിടയിലാണ് നിലവിൽ 2020യെ BJP NDA ക്യാമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത്തരം കൂടുതൽ പാർട്ടികൾ, കൂടുതൽ ആളുകളൊക്കെ പാർട്ടിയുടെ ഭാഗമാകും എന്നുള്ളതാണ് നിലവിൽ BJP തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതിൽ 2020 നേതാവ് സാബുവും ജേക്കബും വ്യക്തമാക്കുന്നത് ഇക്കാര്യത്തിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 25ഓളം വരുന്ന പാർട്ടികളാണ് തങ്ങളെ തോൽപ്പിക്കാൻ, തങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചത്. LDFും UDFും ചിഹ്നങ്ങൾ പോലും ഒഴിവാക്കി തങ്ങൾക്കെതിരായി മത്സരിച്ചു. ഒപ്പം തന്നെ വെൽഫെയർ പാർട്ടി, SDPI ഉൾപ്പെടെയുള്ള പാർട്ടികൾ അവർക്ക് പിന്തുണയുമായി രംഗത്തെത്തി. അങ്ങനെ തങ്ങളെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചിടത്തുനിന്നാണ് ഒരു മുന്നണിയുടെ ഭാഗമായി ഒരു തിരിച്ചുവരവിന് അവർക്കൊരു തിരിച്ചടി
ഗ്യാരണ്ടി നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള നീക്കത്തിലേക്ക് തങ്ങൾ കടന്നത് എന്നുള്ളതാണ്. വികസിത ഭാരതം, വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യമാണ് മോദി മുന്നോട്ട് വെക്കുന്നത്. അതുതന്നെയാണ് 2020യുടെയും ആശയം. UDF, LDF കക്ഷികൾ കഴിഞ്ഞ കുറേ കാലമായി ഭരിച്ച് കേരളത്തെ പിറകോട്ടടിപ്പിക്കുകയാണ് ചെയ്തത്. അതിൽ മനന്തൊന്നാണ് 2016-ൽ ഇങ്ങനൊരു പാർട്ടി രൂപീകരണത്തിലേക്കൊക്കെ കടന്നത്. അതിനുശേഷം എന്തായാലും എല്ലാ തെരഞ്ഞെടുപ്പിലും LDF-നെയും UDF-നെയും പരാജയപ്പെടുത്താനുള്ള നീക്കം തങ്ങൾക്ക് മത്സരിക്കാൻ, തങ്ങൾക്ക് സ്വാധീനമുള്ള ഇടങ്ങളിലൊക്കെ നടത്തിയിട്ടുണ്ട്. എറണാകുളത്ത് തന്നെ 9ഓളം സീറ്റുകളിൽ മത്സരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സാബു എം ജേക്കബ് അവകാശപ്പെടുന്നത്. എന്തായാലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിച്ച കണക്കെടുത്താൽ 15% വരുന്ന വോട്ട് വിഹിതം അവർക്കുണ്ട്. ആ വോട്ട് വിഹിതം ഈ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAയുടെ ഭാഗമാക്കി മാറ്റാൻ കഴിയും എന്നുള്ളതാണ് BJP ഇക്കാര്യത്തിൽ വിജയമായി കാണുകയും ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം നടത്തിയ ഓരോ നീക്കങ്ങളുണ്ട്. ക്രിസ്ത്യൻ വോട്ടുകളിലും ഒപ്പം തന്നെ വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിയൊക്കെ മുന്നോട്ട് പോയാൽ ആളുകൾ കൂടെ നിൽക്കും, പാർട്ടികളെ കൂടെ നിർത്താം എന്നുള്ള ഒരു നീക്കം, എന്നുള്ളൊരു മുദ്രാവാക്യമൊക്കെ മുന്നോട്ട് വെച്ചാണ് രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തിയത്. അതാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അത്തരത്തിൽ ഒരു വികസിത നഗരം എന്നുള്ള മുദ്രാവാക്യം മുന്നോട്ട് വെച്ചപ്പോൾ വിജയം കഴിയാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് BJP ഇക്കാര്യത്തിൽ കൂടുതൽ തരത്തിലുള്ള ആവേശത്തിലേക്കാക്കുന്നത്. ഒപ്പം തന്നെ 2020യെ കൂടി വികസന സ്വപ്നങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അവരെ കൂടെ നിർത്താൻ കഴിഞ്ഞത് വലിയ നേട്ടമായിട്ടാണ് BJP ഇപ്പോൾ അവകാശപ്പെടുന്നത്.